അവൾ അവനോടായി പറഞ്ഞതും ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവൻ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. അതോടൊപ്പം തന്നെ അവർ മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അല്ല, അപ്പൊ പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചോ? കാർത്തിയുടെ സംസാരം കേട്ട് ആദി അവനോട് ചോദിച്ചു. ഈ അവസ്ഥയിൽ ഞാൻ പോയാ എങ്ങനെയാ ശരിയാവുന്നേ? ആ കല്യാണിയും കലമാമിയും ഒക്കെ വന്ന സ്ഥിതിക്ക് അതിനെന്താ, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് വരാൻ നോക്ക്. അതോ ആ കല്യാണി പെണ്ണിനെ ഇനി നിങ്ങൾക്ക് പിരിയുന്നത് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എന്തു ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ തന്നെ ആ പിശാചിനെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. സാധാരണ ആ ജന്തു ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അമ്മാവന്മാരുടെ അടുത്ത് പോയി നിൽക്കാറാണ് പതിവ്. എന്നാൽ ആ പതിവ് ഏട്ടൻ തെറ്റിക്കണ്ട, പെട്ടെന്ന് പോയിട്ട് വരാൻ നോക്ക്. അവൾ അവനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എന്നാലും ഞാൻ പെട്ടെന്ന് പോയാ ഇവിടെ നിന്റെ ജീവിതം എന്താകുമെന്നോർത്താണ് എൻ്റെ പേടി. അതൊന്നും ഓർത്ത് ഏട്ടൻ പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, ഇന്ദ്രേട്ടനൊക്കെ എത്ര ദിവസത്തെ ലീവാ കാർത്തിയേട്ട ഉള്ളത്? അതൊക്കെ ഞാൻ ചെല്ലുന്നത് പോലെ ഇരിക്കും. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ പറഞ്ഞതും ആദ്യം അവനെ സംശയത്തോടെ നോക്കി. എന്താ? അത് പിന്നീടീ 2 ദിവസത്തെ അവധിയാണ് അവർക്കുള്ളത്. പക്ഷെ ഞാൻ ചെല്ലുന്നതോടെ അവർ 1-2 ദിവസം കൂടി കൂട്ടിയെടുക്കും. അങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് അവധിയെടുക്കാൻ പറ്റുമോ? ക്രിസ്റ്റിയും അരവിയും ഹരിയും ഇന്ദ്രനും ഒക്കെ ഇല്ലേ? അവൾ അവനോട് സംശയത്തോടെ ചോദിച്ചു. ആ, എല്ലാവരും ഉണ്ട് പെണ്ണേ. അതിനെന്താ ഇപ്പോ? അതല്ല, അവരെല്ലാവരും ഒരുമിച്ചാണോ ജോലി ചെയ്യുന്നേ? അതേലോ പെണ്ണേ, അവരെല്ലാവരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഓ, അപ്പോൾ ഈ ലീവും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണോ കാർത്തിയേട്ടാ? അവൾ അല്പം സംശയത്തോടെ അവനോട് ചോദിച്ചു. അങ്ങനെയല്ല പെണ്ണേ, അവരെല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ അവരുടെ ബോസ് അവരുടെ കമ്പനി 2 ദിവസത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുക. അങ്ങനെയാണേ അവർക്ക് ഇവിടേക്ക് വന്നൂടെ? അതൊന്നും പോസിബിൾ അല്ലടാ, അവൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. പിന്നീടെന്തോ ഓർത്തതുപോലെ അവൻ അവളോട് മറ്റൊരു കാര്യം സംസാരിച്ചു തുടങ്ങി. അല്ല കൊച്ചേ, നിന്റെ കൂട്ടുകാരി ലക്ഷ്മിയില്ലേ, അവളോട് നീയൊന്ന് എൻ്റെ ഇന്ദ്രനെ പറ്റി സംസാരിക്കണം. അവർക്കിടയിൽ നമ്മൾ കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ക്രിസ്റ്റി എന്നോട് പറഞ്ഞിരുന്നു. അവന് ലക്ഷ്മിയെന്ന് വെച്ച ജീവനാണ് പെണ്ണേ. അവന് അവളുടെ ഒരു ചെറിയ പിണക്കം പോലും സഹിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പാവമാ നമ്മുടെ ഇന്ദ്രൻ. അതെന്താ കാര്യമെന്ന് ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ കാർത്തിയേട്ടാ. പിന്നെ ഇന്ദ്രനെ പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ലക്ഷ്മിയും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും വഴക്കിടുന്ന ഒരാളല്ല അവൾ. പിന്നെ എല്ലാ ബന്ധങ്ങളിലും വഴക്കും പിണക്കും ഒക്കെ ഉണ്ടാകും ഏട്ടാ. എന്തായാലും അവൾ ഇന്നെന്നെ കാണാൻ വരുന്നുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇതേപ്പറ്റി അവരോട് സംസാരിക്കാം. ആ മതിയടാ. കാര്യം എന്താണെന്നറിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ നമുക്കവരോട് സംസാരിക്കാം. ഞാനിനി അവൻ്റെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ ഞാൻ അവളുടെ കാലിൽ പിടിച്ച് മാപ്പ് പറയാനും തയ്യാറാണ് ആദി. അങ്ങനെ പോലും നമ്മൾ കാരണം ആരുടെയും ജീവിതം തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓ, ഇനി അതിൻ്റെ പേര് നിങ്ങൾ സെൻറ്റി അടിക്കണ്ട കാർത്തിയേട്ടാ, നമുക്കത് നോക്കാം. അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ അതിനുള്ള ഉത്തരം നൽകി. അങ്ങനെ പരസ്പരം മനസ്സിലാക്കിയും കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞും അവരുടെ ആ യാത്ര തുടർന്നു. നീ എന്തൊക്കെയാ സാനുമോളെ ഈ പറയുന്നേ? സാൻവിയുടെ സംസാരം കേട്ടതും മാധവി മുത്തശ്ശിയുടെ സ്വരമുയർന്നു. എൻ്റെ മുത്തശ്ശി, ഞാൻ ഇല്ലാത്ത ഒന്നുമല്ല പറഞ്ഞത്. അവരൊക്കെ സാവിയമ്മയോട് സംസാരിച്ചുകൊണ്ട് അപ്പുറത്തിരിപ്പുണ്ട്. എന്തായാലും അവരുടെ ആ വരവ് നല്ലതിനൊന്നുമല്ല. അതുറപ്പല്ലേ മോളെ? കാർത്തിമോൻ്റെ സമാധാനകരമായ ജീവിതം ഇല്ലാതാക്കുക, അതാണ് അവരുടെയൊക്കെ ലക്ഷ്യം. അതേ മുത്തശ്ശി, അത് തന്നെയാ അവരുടെ ആവശ്യവും. എൻ്റെ മാധവിയമ്മേ, നിങ്ങളെ കണ്ടിട്ട് എത്ര കാലമായി. എപ്പോഴും ഇങ്ങോട്ട് വരണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ വേണുവേട്ടൻ്റെയും കല്യാണിയുടെയും ഒക്കെ തിരക്കുകൾ അമ്മയ്ക്കും അറിയില്ലേ? ഓ, അതൊന്നും സാരമില്ല കലേ. നിന്റെ തിരക്കുകളൊക്കെ ഞങ്ങൾക്കൊക്കെ ഇവിടെ നല്ലതുപോലെ അറിയാം. അല്ല, വേണു എവിടെ? അവൻ വന്നില്ലേ? ഓ, ഏട്ടൻ ഇവിടെ ഇല്ലമ്മേ.
കടയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ കോയമ്പത്തൂരിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരാഴ്ച ഞങ്ങളിവിടെ കാണും. സന്തോഷം. അപ്പോൾ കല്യാണി മോളുടെ ജോലിയൊക്കെയോ? ഇവിടെ നിന്നാ അവൾക്ക് ലീവ് എടുക്കേണ്ടി വരില്ലേ? മാധവിയമ്മ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അതൊന്നും പ്രശ്നമില്ലമ്മേ. ഇവിടുത്തെ വർഷയും മോളും ഒരുമിച്ച് ഒരു കമ്പനിയിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് പൊയ്ക്കോളും. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്നതിനേക്കാൾ ഭേദം ഇവിടുന്ന് പോകുന്നതാണ്. അധികം യാത്രയില്ലല്ലോ. അതെന്തായാലും നന്നായി. അവർ അതിന് വലിയ താല്പര്യമില്ലാതെ മറുപടി കൊടുത്തു. അവരുടെ താല്പര്യക്കേട് കലയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. അതൊന്നും പുറത്ത് കാട്ടാതെ അവർ മാധവിയുടെ അരികിൽ നിൽക്കുന്ന സാൻവിയുടെ നേരെ തിരിഞ്ഞു. അല്ല, മോളുടെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? വലിയ കുഴപ്പമില്ല കലയാൻറ്റി. അങ്ങനെ വെറുതെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായി പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ. എൻ്റെ മോള് തന്നെ ഇത്ര അധികം പഠിപ്പുണ്ടായിട്ടും ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് മോളും കണ്ടതല്ലേ. അതുകൊണ്ട് നന്നായി പരിശ്രമിക്കണം. കല കിട്ടിയ അവസരത്തിൽ സാൻവിക്കിട്ട് താങ്ങിക്കൊണ്ടിരുന്നു. എൻ്റെ കാര്യമോർത്ത് കലയാൻറ്റി ടെൻഷൻ ആകണ്ട. അതൊക്കെ നടക്കേണ്ട സമയത്ത് കൃത്യമായി നടന്നോളും. പിന്നെ എനിക്കെൻ്റെ കാർത്തിയേട്ടനുണ്ട്. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് പരിഹരിക്കാൻ എൻ്റെ ഏട്ടനറിയാം. അവൾ അഭിമാനത്തോടെ അവർക്കുത്തരം നൽകി. എൻ്റെ കൊച്ചേ, അതൊക്കെ അങ്ങ് പണ്ട്. ഇന്നവൻ ആ പഴയ കാർത്തികേയനേ അല്ല, ഒരുപാട് മാറി. അതുകൊണ്ട് പണ്ടെന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തെന്ന് വെച്ച് ജീവിതകാലം മുഴുവനും അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് വെറും മണ്ടത്തരമാണ്. ഇപ്പോൾ ആ ചെറുക്കനെ നിയന്ത്രിക്കുന്നത് അവളാണ്, ആ ആദി. സത്യം പറഞ്ഞ അവൾ നമ്മുടെയെല്ലാം ശത്രുവാണ്. ഈ തറവാട്ടിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വരാൻ അവൾക്കെന്തെങ്കിലും യോഗ്യതയുണ്ടോ? കല തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അത്രയും വാരി വിതറി. അപ്പോൾ ആദിമോളാണ് ഇവരുടെ ഈ വരവിന് പിന്നിൽ. ഇതൊക്കെ കേട്ട് നിന്ന മാധവി മനസ്സിൽ പിറുപിറുത്തു. മാധവിയമ്മ ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവർ തൻ്റെ വായിൽ വന്ന കാര്യങ്ങളെല്ലാം അവരുടെ മുൻപിലേക്ക് കൊട്ടാൻ തുടങ്ങി. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആകണ്ട കലേ. ആ സാവിത്രിയുടെ കാര്യം അന്വേഷിക്കാൻ വന്നതല്ലേ നീ? അവരുടെ പ്രസംഗം കേട്ട് അവിടേക്ക് വന്ന ദേവച്ചൻ്റെ സ്വരമുയർന്നു. അയാളെ കണ്ടതും കൂടുതലൊന്നും പറയാനാകാതെ കല ഉടനടി അവർ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം അങ്ങ് മാറ്റി. അല്ല, ഈ നേരത്ത് ദേവച്ചൻ എവിടെ പോയതാ? വന്നപ്പോൾ തന്നെ ഞാൻ സാവിയോട് തിരക്കിയിരുന്നു. അതിനയാൾ ഒന്ന് പുഞ്ചിരിച്ചു. അല്ല, താൻ വന്നിട്ട് കുറേ നേരമായോ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അയാൾ കുശലം ചോദിച്ചു. സുഖം ദേവച്ച. വേണുവേട്ടൻ സ്ഥലത്തില്ല, അതാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ വേണുവിൻ്റെ അമ്മയോ? അവർ സുഖമില്ലാത്തതല്ലേ? അപ്പം താനും കൂടി അവിടെ ഇല്ലെങ്കിൽ അവരുടെ കാര്യം എങ്ങനെയാ നടക്കുക? ഓ, ഇത്രയും ദിവസം ഞാൻ തന്നെയല്ലേ അവരെ നോക്കിയത്. അതുകൊണ്ട് ഞാൻ അവരുടെ കാര്യം അവരുടെ മോളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം അവർ അവരുടെ കൂടെ നിൽക്കട്ടെ. അവരും ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു ചേഞ്ചൊക്കെ. എന്തായാലും നല്ലതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, അപ്പോഴേക്കും ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം. എന്താ ചൂട്. അത് കേട്ടതും അവർ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മാധവിയമ്മയുടെ നേരെ തിരിഞ്ഞു. അല്ല മാധവിയമ്മേ, അരുന്ധതിയെക്കുറിച്ച് എന്തേലും വർത്താനമുണ്ടോ? വർഷം ഇത്ര ആയിട്ടും സ്വന്തം പെറ്റമ്മേ ഒന്ന് കാണാൻ പോലും താല്പര്യമില്ലെന്ന് പറഞ്ഞാ. കല മാധവിയെ ഒന്നിളക്കിയതും അവളുടെ മനസ്സിൽ അരുന്ധതിയുടെ മുഖം തെളിഞ്ഞു. മാധവി അമ്മയുടെ മുഖം വാടിയതും സാൻവിയുടെ സ്വരം അല്പം ദേഷ്യത്തിൽ തന്നെ അവരുടെ നേരെ ഉയർന്നു. ദേ കലയാൻറ്റി, മറന്നിരിക്കുന്ന കാര്യം മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്ക് വലിയ മിടുക്കാണ്. അരുന്ധതി അമ്മായിയെക്കുറിച്ച് സംസാരിച്ച മുത്തശ്ശിക്കത് എന്തുമാത്രം വേദന ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയില്ലേ? അതറിഞ്ഞു വെച്ചിട്ടും നിങ്ങളെന്തിനാ
വീണ്ടും വീണ്ടും അതേക്കുറിച്ച് പറയുന്നത്? എൻ്റെ മുത്തശ്ശിയുടെ നിറഞ്ഞ കണ്ണുകൾ കാണാനോ? സാൻവി തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അവരോട് ചോദിച്ചു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല കൊച്ചേ. എന്തെങ്കിലും വിവരമുണ്ടോ എന്നറിയാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് നീ ഇങ്ങനെ തട്ടിക്കയറുകയൊന്നും വേണ്ട. എൻ്റെ ആൻറ്റി, എനിക്ക് നിങ്ങളെ അറിയാത്തതൊന്നും അല്ലല്ലോ. പിന്നെ അരുന്ധതിയ മാമിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ അത് സാവിയമ്മ ആ നിമിഷം തന്നെ നിങ്ങളുടെ ചെവിയിലെത്തിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട. വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ ഏട്ടത്തിയെ നിങ്ങൾ സങ്കടപ്പെടുത്തി. ഇപ്പോൾ എൻ്റെ മുത്തശ്ശിയെയും. ഡീ! ഇതൊക്കെ കേട്ട് അവിടേക്ക് വന്ന രാധികയുടെ സ്വരമുയർന്നു. നീ ആരോടാ കയർക്കുന്നതെന്ന് നിനക്ക് വല്ല വിചാരമുണ്ടോ? പ്രായം കൂടുന്തോറും അവൾക്ക് അഹങ്കാരം കൂടി വരികയാ. രാധിക അവരുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് അവളെ പരിഹസിച്ചു. ഓ, അമ്മ ഇത് എന്തറിഞ്ഞിട്ടേ ഈ ചാടുന്നത്? ഞാൻ ഇവരുടെ മുൻപിൽ ശബ്ദമുയർത്തിയത് എന്തിനാണെന്ന് നിങ്ങൾ കേട്ടിരുന്നോ? അത് കേൾക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല സാൻവി. പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം. എനിക്ക് അത്യാവശ്യം വേണ്ട ബഹുമാനമൊക്കെ ഉണ്ടമ്മേ. പിന്നെ ഈ ബഹുമാനം എനിക്ക് മാത്രമല്ല, മുതിർന്നവർക്കുമാകാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മുത്തശ്ശിയെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി. പിറകെ ബാക്കിയുള്ളവരും. സോറി കലേ, ആ പെണ്ണ് അങ്ങനെ ഒരു ജന്മമായി പോയി. അവൾക്ക് പെറ്റ തള്ളയായ എന്നെ പോലും ചില സമയം പിടിക്കില്ല. എന്തിനും ഏതിനും കാർത്തി, അല്ലെങ്കിൽ മാധവി അമ്മ, ഇപ്പോൾ ആ ദരിദ്രവാസി പെണ്ണും. ബാക്കിയുള്ളവരെയൊക്കെ അവൾ ശത്രുക്കളുടെ ഗണത്തിലാണ് പെടുത്തുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ കലേ? നമുക്ക് പറയാനല്ലേ കഴിയൂ. അതൊന്നും സാരമില്ല രാധികേ. അതൊക്കെ നമ്മൾ വിചാരിച്ച മാറ്റിയെടുക്കാൻ കഴിയുന്നതേയുള്ളൂ. എന്തായാലും ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ട്. നമുക്കെല്ലാത്തിനും ഒരടുക്കും ചിട്ടയും കൊണ്ടുവരാൻ ശ്രമിക്കാം രാധു. നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. അതിനെന്താ കലേ, എൻ്റെ പൂർണ്ണ പിന്തുണയും നിന്റെ കൂടെയുണ്ട്. രാധിക അവർക്ക് സപ്പോർട്ട് നൽകിയതും കല തൻ്റെ മനസ്സിൽ പല കണക്കൂട്ടലുകളും കൂട്ടിത്തുടങ്ങി. ഇതേ സമയം അടുക്കളയിൽ. എൻ്റെ മുത്തശ്ശി, അവർ പറഞ്ഞതോർത്ത് നിങ്ങളിങ്ങനെ വിഷമിക്കാതെ. അരുന്ധതി അമ്മായി ഒരിക്കൽ എൻ്റെ മുത്തിപ്പെണ്ണിനെ കാണാൻ വരും. ഇല്ലെങ്കിൽ ഈ സാൻവി നിങ്ങളുടെ മുൻപിൽ അവരെ എത്തിച്ചിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് അവരുടെ ചുളുങ്ങിയ കവിളിൽ സാൻവി തൻ്റെ അധരങ്ങൾ അമർത്തി. അതൊന്നും ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല മോളെ. അതിനുള്ള ഭാഗ്യമൊന്നും ഈ കിളവിക്കില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ് ആരുമോളുടെ ഭർത്താവിനോട് ഈ കുടുംബക്കാരൊക്കെ. അത്രയും പറഞ്ഞുകൊണ്ട് രാവിലെ ആദ്യ ഫ്ലാസ്കിൽ എടുത്തു വെച്ച കോഫിയിൽ നിന്നും കുറച്ച് കോഫി ഒരു ഗ്ലാസ്സിൽ പകർത്തിക്കൊണ്ട് അവർ അവിടെ നിന്നും നടന്നു നീങ്ങി. ആ സമയം ആദ്യ നേരെ വന്നത് സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. പതിവ് പോലെ അകത്തേക്ക് കയറിയതും പ്രഭ അവിടേക്ക് കയറി വന്നു. അത് കണ്ടതും ആദിയുടെ സ്വരം. എന്താ പ്രഭേച്ചി? അത് പിന്നെ മോളെ, രാവിലെ നിന്നെ കാണാൻ 2 പിള്ളേര് വന്നിരുന്നു. അല്പനേരം ഇവിടെ നിന്നിട്ടാണ് അവർ പോയത്. എന്നെ കാണാനോ? അതാരാ? അതൊന്നും ഞങ്ങൾക്കറിയില്ലമ്മ. അതൊന്നും ഞങ്ങൾക്കറിയില്ല ആദിമോളെ. നിന്നെ കാണണമെന്ന് പറഞ്ഞ് അവർ കുറേ നേരം ഇവിടെ നിന്നിരുന്നു. പിന്നെ ടൈമായെന്ന് പറഞ്ഞ് അവർ അങ്ങ് പോയി. ഇനി ലക്ഷ്മി ആയിരിക്കുമോ? അവൾ തന്നോട് തന്നെ ചോദിച്ചു. അത് കേട്ടതും പ്രഭയുടെ സ്വരം. ആ കുട്ടി അല്ല മോളെ. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. ഇതാ കൊച്ചല്ല. പ്രഭ എന്തോ പറയാനായി വന്നതും ആദി എന്ന് വിളിച്ചുകൊണ്ട് 2 പെൺകുട്ടികൾ അവിടേക്ക് കടന്നു വന്നു. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? അവൾ നിറഞ്ഞ സന്തോഷത്തോടെ അവരോട് ചോദിച്ചു. കുറേ ദിവസമായി ചേച്ചിയെ കാണണമെന്ന് പ്രിയ പറയാറുണ്ട്. ഞങ്ങൾ ഇതുവഴി പോകുമ്പോഴൊക്കെ ചേച്ചിയെ കാണാറുണ്ട്. പക്ഷെ ഇങ്ങോട്ട് കയറാനുള്ള സമയം കിട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം. അല്ല, ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? അവർ ഇരുവരും ഓരോ കുശലങ്ങളായി അവളോട് അന്വേഷിച്ചുകൊണ്ടിരുന്നു. എനിക്ക് സുഖമാണ് മക്കളെ. അവർ ചോദിക്കുന്നതിന് മറുപടി കൊടുത്തുകൊണ്ട് അവൾ പ്രഭയുടെ നേരെ തിരിഞ്ഞു. പ്രഭേച്ചി,
ഇവരായിരുന്നോ രാവിലെ എന്നെ കാണാൻ? അതെ മോളെ, അത് ഇവർ തന്നെയായിരുന്നു. ഇതാണ് ഞാൻ പറയാറുള്ള എൻ്റെ പ്രിയയും പാറുവും. ഓ, മോളുടെ വീടിൻ്റെ അടുത്തുള്ള ആ കുട്ടികളല്ലേ? അതെ ചേച്ചി, അവർ തന്നെ. എന്നെ എൻ്റെ അനിയത്തിമാരെക്കാട്ടിൽ കൂടുതൽ സ്നേഹിച്ചവർ. സത്യം പറഞ്ഞ ഇവർ രണ്ടുപേരും എൻ്റെ സ്വന്തം സഹോദരിമാരെ തന്നെയാണ്. അതുപോലെയാണ് ഇവരെന്നെ കാണുന്നതും സ്നേഹിക്കുന്നതും. അങ്ങനെ ആദി അവിടെയുള്ളവരെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അല്ല മക്കളെ, നിങ്ങളെന്താ ഇവിടെ? പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ആദിയുടെ സ്വരമുയർന്നു. അത് ഞങ്ങൾ ചേച്ചിയെ കാണാനായിട്ട് തന്നെ ഇറങ്ങിയതാ. ആ നരകത്തിൽ നിന്നും പോയതിനു ശേഷം ഞങ്ങൾക്ക് ചേച്ചിയെ ഒന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. അപ്പം ഞങ്ങൾ കരുതി ഇന്നെന്തായാലും ചേച്ചിയെ കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളെന്ന്. അതെന്തായാലും നന്നായി പിള്ളേരെ. ഞാനും നിങ്ങളെ കാണാനായി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നേരോ? അതേ പിള്ളേരെ, ഇടയ്ക്ക് അവിടെയുള്ള 1-2 പേരെ ഞാൻ കണ്ടിരുന്നു. ഒന്ന് നമ്മുടെ തങ്കമണി ചേച്ചി, പിന്നെ ആ വാസുവേട്ടൻ്റെ ഭാര്യയെയും. ആ, അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെ വിവരങ്ങളൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. പാറു വളരെയധികം സംശയത്തോടെ അവരോട് ചോദിച്ചു. എന്ത് കാര്യം? ചേച്ചിയുടെ അനിയത്തിമാരും ആ മായ എന്ന് പറയുന്ന സ്ത്രീയും തമ്മിൽ എന്നും വഴക്കാണ് ചേച്ചി. ചേച്ചി പോയപ്പോഴാണ് ചേച്ചിയുടെ വില അവരൊക്കെ അറിയുന്നത്. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ചേച്ചി, നിസ്സാരം ഫുഡിന് വേണ്ടി വരെയാണ് അവിടെ പ്രശ്നം നടക്കുന്നത്. പണ്ടു മുതലേ ചേച്ചിയുടെ ഇളയമ്മ ഒരു മടിച്ചിയായിരുന്നില്ലേ? ഇപ്പോൾ ചേച്ചിയും കൂടെ അവിടുന്ന് പോയ സ്ഥിതിക്ക് അടുക്കളയിൽ കയറേണ്ട ചുമതല അവർക്കായി. അതിനെ ചൊല്ലി നിരന്തരം അവിടെ വഴക്കാണെന്ന് ഞങ്ങളുടെ അമ്മയൊക്കെ പറയുന്നത് കേട്ടു. അതുണ്ടാകും മോളെ. ആ സ്ത്രീക്ക് പണ്ടേ അടുക്കളയിൽ കയറുന്നത് ഇഷ്ടമല്ല. ആരും അച്ചുവുമൊന്നും ആ വഴി തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പം പിന്നെ അവരുടെ ദേഷ്യത്തിൻ്റെ കാരണം നിനക്ക് മനസ്സിലായില്ലേ? അതേതായാലും നന്നായി. അവർ അനുഭവിക്കണം ആദിയേച്ചി. അവർ നിങ്ങളോട് ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ ചില സമയങ്ങളിൽ അവരെ വലിച്ചു കീറാനാണ് തോന്നാറുള്ളത്. അതൊക്കെ കഴിഞ്ഞില്ലേ പിള്ളേരെ? ഇപ്പം ഞാൻ ഏറെ സന്തോഷവതിയാണ്. എൻ്റെ കാർത്തിയേട്ടനാണ് എൻ്റെ സന്തോഷവും സമാധാനവും. പിന്നെ ആരും അച്ചുവും ഇടയ്ക്കിവിടെ വന്ന് മാപ്പ് അപേക്ഷിക്കുന്നത് പോലെ സംസാരിക്കാറുണ്ട്. അവരുടെ കാര്യം വലിയ കഷ്ടമാണ് ചേച്ചി. ചേച്ചി പോയപ്പോഴാണ് അവർക്ക് ചേച്ചിയുടെ വില മനസ്സിലാകുന്നത്. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പിള്ളേരെ. അതൊക്കെ കേട്ട് അവിടേക്ക് വന്ന പ്രഭ അവരോട് പറഞ്ഞു. ഈ പാവം അവിടെ നിന്നപ്പോൾ ഒരിറ്റ സമാധാനം കൊടുക്കാത്ത പിള്ളേരാണ് ഇപ്പൊ ചേച്ചി സ്നേഹം വിളമ്പുന്നത്. അതൊക്കെ കാണുമ്പോൾ അതുങ്ങളെയൊക്കെ വാരി നിലത്തിട്ടടിക്കാൻ തോന്നും. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ചേച്ചി ഉള്ളത്? അവരുടെയൊക്കെ സ്വഭാവം അതങ്ങനെയാണ്. എന്തായാലും ഇപ്പോൾ അവറ്റകൾ ആദിചേച്ചിയുടെ മഹത്വം സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവർ അങ്ങനെ തന്നെ ഇരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള സമയമായപ്പോഴാണ് അവരെല്ലാവരും പിരിഞ്ഞത് തന്നെ. പിള്ളേർ സെറ്റ് പോയതും കടയിലുള്ള കണക്കും മറ്റുമായി ആദ്യം അവിടെയുള്ള പണികൾ മുൻപോട്ട് നീക്കി. അങ്ങനെ ഓരോ തിരക്കിലിരിക്കുമ്പോഴാണ് ആദിയുടെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചത്. അതോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ പാടെ നിർത്തിക്കൊണ്ട് അവൾ ഫോണെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഫോൺ എടുത്ത പാടെ വെപ്രാളത്തോടെ അവൾ ചോദിച്ചു. അവിടെ നിന്നും മറുപടി കേട്ടതും അവൾ വെപ്രാളത്തോടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ ബാഗുമായി പുറത്തേക്കിറങ്ങി. ഇറങ്ങുന്നതിന് മുൻപ് പ്രഭയെ കാണാനും അവളെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനും ആദ്യം മറന്നിരുന്നില്ല. അവൾ അവിടെ നിന്നും നേരെ പോയത് കാർത്തിയുടെ ഓഫീസിലേക്കായിരുന്നു. ഓഫീസിലെത്തിയതും അവൾ കാണുന്നത് അവിടെ തിരക്കിട്ട ഫയൽസൊക്കെ നോക്കുന്ന കാർത്തിയെയാണ്. അവൾ അവിടെ നിന്നും മുന്നിലേക്ക് നടന്നതും കാൽപ്പര്യമാറ്റം കേട്ട് കാർത്തി തല ഉയർത്തി മുൻപിലേക്ക് നോക്കി. നീ എന്താടാ ഈ സമയത്ത് ബാഗുമൊക്കെയായി? അവൻ്റെ സ്വരം അവളിലേക്കുയർന്നു. അതൊക്കെ പറയാൻ കാർത്തിയേട്ടാ, നിങ്ങൾ ഈ വർക്കൊക്കെ അവസാനിപ്പിച്ച് പെട്ടെന്ന് എൻ്റെ കൂടെ വാ. നമുക്കൊരു സ്ഥലം വരെ പോകണം, അതും പെട്ടെന്ന് തന്നെ. അവൾ ധൃതി കൂട്ടി. എൻ്റെ കൊച്ചേ, ഞാനിവിടെ ആകെ തിരക്കിലാണ്. അതുകൊണ്ട്
കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറയ്. കാർത്തി തൻ്റെ തിരക്ക് അവളോടായി പറഞ്ഞതും അവൾ വീണ്ടും അവനോട് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ കാർത്തിയേട്ടാ ഒക്കുന്നത്? അവർക്ക് സ്വന്തമെന്ന് പറയാൻ നമ്മളൊക്കെയല്ലേ ഉള്ളൂ. ആ നമ്മളും കൂടി ഇപ്പോൾ മാറി നിന്നാ അതവർക്കേറെ വിഷമമാകും കാർത്തിയേട്ടാ. അത് മാത്രമല്ല ആ കുഞ്ഞ്. അവൾ വാക്കുകൾ പൂരിപ്പിക്കാൻ കഴിയാതെ വാക്കുകൾ പാതി വഴിക്ക് നിർത്തി. എടാ അതല്ല, ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്ന പിന്നെ എനിക്ക് അവിടെ നിന്നും പെട്ടെന്ന് വരാൻ കഴിയില്ല കൊച്ചേ. അത് മാത്രമല്ല, അവന്മാരോട് ഞാൻ ഇനി വരില്ലെന്ന് പറഞ്ഞ പിന്നെ അതായിരിക്കും പിന്നത്തെ പ്രശ്നം. ഇനി അതിൻ്റെ പേരിൽ സുഹൃത്തുക്കളുമായി വഴക്കിടാൻ നിൽക്കണ്ട. ആ കൊച്ചിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തായാലും ജാൻസിയും കുഞ്ഞിനെയും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നിറങ്ങിയതും കാർത്തി അത് കണ്ട് അവളുടെ പിന്നാലെ തന്നെ പുറത്തേക്കിറങ്ങി. നീ എന്തായാലും ഇപ്പം തന്നെ പോകണ്ട, ഞാനും വരാം. എന്തോ ഓർത്തതുപോലെ അവൻ പറഞ്ഞതും അവൾ അവനെ സംശയത്തോടെ നോക്കി. അത് പ്രത്യേകിച്ചൊന്നുമില്ല. പെട്ടെന്ന് നമുക്കെന്തേലും ഒരു മാറ്റമുണ്ടെന്ന് തോന്നിയാൽ അവർക്കത് വലിയ വിഷമമാകും. അതുകൊണ്ട് എന്തായാലും ജാൻസിയെ കണ്ടിട്ട് തന്നെ അവിടെ നിന്നും തിരിച്ചു പോകാം. അതാ ഏട്ടാ നല്ലത്. അവർക്കും നമ്മളൊക്കെയല്ലേ ഉള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ ഇരുവരും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഇതേ സമയം കലയും രാധികയും ചേർന്ന് എങ്ങനെ ആദിയെ അവിടുന്ന് പറഞ്ഞയക്കാം എന്ന ചിന്തകളിലായിരുന്നു. അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ജാൻസിയുടെ കാര്യം അവരുടെ ചിന്തകളിലേക്ക് കടന്നു വന്നത്. അല്ല രാധു, നമ്മുടെ മുന്നിൽ ഒരു വഴിയുണ്ടായിട്ടും നിങ്ങളെന്താ അതേപ്പറ്റി ചിന്തിക്കാഞ്ഞത്? വഴിയോ? എന്ത് വഴി? രാധിക അവളോട് ചോദിച്ചു. എൻ്റെ രാധു, ആ ജാൻസി, അവളാണ് നമ്മുടെ വഴി. അവളോടും അവളുടെ കൊച്ചിനോടും ഒപ്പം അല്ലേ കാർത്തിയുടെ ജീവിതം. അതിലെത്രമാത്രം സത്യമുണ്ടെന്നൊന്നും നമുക്കറിയില്ല. അത് നമുക്കറിയേണ്ട ആവശ്യവുമില്ല. എന്നാ ആദ്യം ഓടിക്കാൻ അവൾ തന്നെ ധാരാളം. കല കുടിലതയോടെ പറഞ്ഞു നിർത്തി. എൻ്റെ കലേ, അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമേ അല്ല. അതെന്താ? ഈ പ്ലാൻ ഞാനും സാവിയും ഒരിക്കൽ അവളുടെ മുന്നിൽ ഇറക്കി നോക്കിയതാ. എന്നിട്ട് വലിയ മെച്ചമൊന്നും കണ്ടില്ലെന്ന് മാത്രമല്ല, ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് തന്നെ ഇവിടെ നടന്നു. അത് അവനും അവളും തമ്മിലല്ല, അവരും ഞങ്ങളും തമ്മിൽ. രാധിക അന്ന് നടന്ന കാര്യങ്ങളൊക്കെ കലയോട് വെളിപ്പെടുത്തി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? അതേടാ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റാകുന്നില്ല കലേ. നീ ടെൻഷൻ ആകാതെ രാധു, ഇവിടെ ഞാനും മോളും ഒക്കെ ഇല്ലേ. നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അവർ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ സമയം ഹോസ്പിറ്റലിൽ മായയ്ക്ക് പനിയും ചുമയും കൂടിയിട്ട് അവരെ കൊണ്ട് അവിടേക്ക് വന്നതാണ് രഘു. ആ സമയത്താണ് അവിടെ ആരോടോ സംസാരിച്ച് നിൽക്കുന്ന ആദിയെ അവർ ഇരുവരും കണ്ടത്. അതോടെ അവരുടെ നോട്ടം അവളിലായി. കണ്ടില്ലേ രഘുവേട്ട, അവളുടെ ഒരു ഗെറ്റപ്പ്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആതിരയാണ് ഇവളെന്ന് ആരേലും പറയുവോ? ഇപ്പം കണ്ട മനക്കലെ കൊച്ചു തമ്പുരാട്ടി തന്നെ. കണ്ടില്ലേ അവളുടെ കഴുത്തിലും കാതിലുമൊക്കെ കിടക്കുന്നത്? മായ രഘുവിനോടായി പറഞ്ഞു. അയാളും ശ്രദ്ധിക്കുകയായിരുന്നു അവളുടെ മാറ്റം. എന്തായാലും നിങ്ങൾ വാ, കൂടെ അവളുടെ മറ്റവനൊന്നുമില്ലെന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളെ ഒന്ന് നേരിൽ കണ്ട് 2 വർത്താനം പറയാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ആ കുറവ് ഇന്ന് തീർക്കണം. അവർ രഘുവിനെ വിളിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു. എന്നാൽ ഇതേ സമയം ഷോപ്പിൽ സ്ഥിരമായി വരുന്നൊരു കസ്റ്റമറോട് അവൾ സംസാരിക്കുകയായിരുന്നു. അവൾ തൻ്റെ അടുത്തേക്ക് വരുന്നവരെ കണ്ടതും ആദ്യം നൈസായി അവരെ അവിടെ നിന്നും പറഞ്ഞു വിട്ടുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. തങ്ങളെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ നടക്കുന്ന അവളെ കണ്ട് മായയ്ക്കാകെ എരിഞ്ഞു കയറി. മഹാറാണി ഒന്ന് നിന്നേ. അവരുടെ സ്വരം ഗൗരവത്തിൽ തന്നെ അവളുടെ നേരെ ഉയർന്നു. അതിൽ നിന്നും അവരുടെ പുറപ്പാട് എന്താണെന്ന് അവൾക്കേറെക്കുറെ വ്യക്തമായി. എൻ്റെ പൊന്നമ്മേ, നിങ്ങളോട് എനിക്ക് വഴക്കുണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്.
അവൾ അല്പം ഉച്ചത്തിൽ പറഞ്ഞതോടെ മായ അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് തുടർന്നു. ഒരു കല്യാണം കഴിഞ്ഞതോടെ നിന്റെ നാക്ക് നീണ്ട കാര്യം ഞാൻ അറിഞ്ഞില്ലാതി. നിന്റെ ഈ അഹങ്കാരം തീരാൻ അധിക നാളൊന്നും വേണ്ട. പിന്നെ നിന്റെ അഹങ്കാരം കാർത്തികേയനെ കണ്ടിട്ടാണേ, അത് വേണ്ട. അയാൾ ആരാ എന്താണെന്നൊക്കെ ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. കണ്ട പെണ്ണുങ്ങളുടെ പിറകെ പോകുന്നവൻ അധിക നാളൊന്നും നിന്റെ കൂടെ കാണില്ലാതി. അവർ അവളുടെ നേരെ ശാപവർഷങ്ങൾ പൊഴിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഭർത്താവ് അവരുടെ കൂടെ കുടുംബം നടത്തുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? അതോ നിങ്ങളായിരുന്നോ അദ്ദേഹത്തിന് അതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്തിരുന്നത്? അവൾ അവരോട് പുച്ഛത്തോടെ ചോദിച്ചു. അത് കേട്ടതും മായയുടെ സ്വരം ദേഷ്യത്തിലുയർന്നു, ഒപ്പം രഘുവിൻ്റെയും. അത് കേട്ടതും ആദിയുടെ ചുണ്ടിൽ വിരിഞ്ഞത് ഒരു കുഞ്ഞു പുഞ്ചിരിയായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചതിൽ വല്ല തെറ്റുണ്ടോ അമ്മേ? ഡീ, ഈ അഹങ്കാരം അധിക നാൾ മുന്നോട്ട് പോകില്ല. ഇതൊക്കെ ഈശ്വരന്മാര് കാണുന്നുണ്ട്. അവർ അവളെ ശപിച്ചുകൊണ്ടിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നതാണ് നിങ്ങളുടെ ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ. അതിനു മാത്രം ഞാൻ എന്താണ് നിങ്ങളോട് ചെയ്തത്? ഇത്രയ്ക്ക് വെറുപ്പായിരുന്നേ പ്രസവിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കെന്നെ കൊന്നു കളയരുതായിരുന്നോ? അവൾ തീർത്തും വേദനയോടെ അവരോട് തിരക്കി. തിരിച്ചതിനുള്ള മറുപടി പറയാൻ നാവ് ഉയർത്തിയപ്പോഴാണ് തങ്ങളെ തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന കാർത്തിയെ അവർ കണ്ടത്. അതോടൊപ്പം പറയാൻ വന്ന കാര്യം അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് അവർ അയാളെ അല്പം പേടിയോടെ തന്നെ നോക്കി. അവരുടെ പേടിയും ഭയവും കണ്ടപ്പോൾ കാർത്തിക് വന്നത് ചിരിയായിരുന്നു. അതുപോലായിരുന്നു അവരുടെ നോട്ടവും ഭാവവുമൊക്കെ. അവർ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകാനായി തുനിഞ്ഞതും ആദിയുടെ സ്വരം അവർക്ക് മുൻപിൽ ഉയർന്നു. അങ്ങനെ പോയാൽ എങ്ങനെയാ? എൻ്റെ ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ കണ്ടുപിടിച്ച് വളരെ കഷ്ടപ്പെട്ട് വന്നതല്ലേ. ഏട്ടൻ വന്ന സ്ഥിതിക്ക് നമുക്കതൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പോയാൽ പോരെ? ആദി അവരെ പരിഹസിക്കുന്ന സ്വരത്തിൽ പറഞ്ഞതും മായ ഒന്നും മിണ്ടാതെ രഘുവിനെ വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അല്ല വച്ചേ, എന്തായിരുന്നു ഇവിടെ പ്രശ്നം? അവർ വാണം വിട്ട പോലെ പോകുന്നത് കണ്ടതും അവൻ ആദിയോട് ചോദിച്ചു. പഴയതൊക്കെ തന്നെ കാർത്തിയേട്ടാ, ഞാൻ സന്തോഷത്തോടെ നിൽക്കുന്നത് അവർക്ക് പിടിക്കില്ലല്ലോ. ഇപ്പോൾ എന്നെ വേദനിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാനായി വന്നതാകും. എന്തായാലും വന്ന പോലെ എല്ലാം പോയി. അവൾ തൻ്റെ ഉള്ളിലെ വേദന കടിച്ചമർത്തി പറഞ്ഞതും അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പോട്ടടി പെണ്ണെ, നിനക്ക് ഞാനില്ലേ? അവനൊരു ചിരിയോടെ അവളോട് ചോദിച്ചതും അതേ പുഞ്ചിരി അവളുടെ ചുണ്ടിലും വിരിഞ്ഞിരുന്നു. എവിടെ പോയതാ ആദിമോളെ നീയ്? അകത്തേക്ക് വരുന്ന ആദിയെയും കാർത്തിയെയും കണ്ട് ജാൻസി അവരോടായി തിരക്കിയതും വയ്യാതെ കിടക്കുന്ന മിക്കുക്കുട്ടൻ പതിയെ ആദിക്ക് നേരെ തല ഉയർത്തി നോക്കി. ഞാനിവിടെ ഉണ്ടായിരുന്നു ജാനിയേച്ചി. നമ്മുടെ ഷോപ്പിൽ വരുന്ന 1-2 പേരെ കണ്ട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന മെഡിസിൻസ് അടങ്ങുന്ന കവർ അവരുടെ നേരെ നീട്ടി. ചേച്ചി, ഡോക്ടർ പറഞ്ഞ എല്ലാ മരുന്നും ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്നാലും ചേച്ചി ഒന്നും കൂടെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതൊക്കെ നഴ്സുമാർക്ക് കൊടുത്തേക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മിക്കുവിൻ്റെ അരികിലേക്കിരുന്നു. അപ്പോഴേക്കും ആ കുഞ്ഞിച്ചക്കൻ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങി. ആദ്യം അവനെ പിടിച്ച് തൻ്റെ അരികിലിരുത്തി അവനെ കൊഞ്ചിക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ട് ഒരു പുഞ്ചിരിയോടെ ജാൻസി മരുന്നുമായി പുറത്തേക്ക് നടന്നു. ഒപ്പം കാർത്തികേയനും. അവളൊരു പാവം കൊച്ചാ കാർത്തി, അതിനെ നീ വിഷമിപ്പിക്കരുത്. ആരുമല്ലാതിരുന്നിട്ട് കൂടെ എന്നെ സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്താണ് കാണുന്നത്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവം പെണ്ണ്. അവളുടെ കണ്ണ് ഒരിക്കലും നീ കാരണം നിറയാൻ പാടില്ല കൊച്ചേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ജാൻസി കൊച്ചേ. അവൾ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഞാൻ അവളെയും സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ് കാർത്തി. പക്ഷേ നിന്റെ കുടുംബത്തിലുള്ളവർ എല്ലാവരും വിഷജന്മങ്ങളാണ്. അവിടെയുള്ളവർക്കെല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമാണ് ചിന്ത. അങ്ങനെയുള്ളപ്പോൾ നീ ബാംഗ്ലൂരിൽ പോയാൽ അവളുടെ അവസ്ഥ എന്താകും? അതുമാത്രമല്ല, ആ കല്യാണിയും കലയുമൊക്കെ നല്ല ഉദ്ദേശത്തോടല്ല മനക്കിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നത്. എടാ,
അതൊക്കെ ശരി തന്നെ. പക്ഷേ ബാംഗ്ലൂരിലേക്ക് പോകാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാതെ നിനക്കറിയാലോ. അതാ ഞാൻ പറഞ്ഞത്, നീ ആരാണ് എന്താണെന്നൊക്കെ അവളോട് തുറന്നു പറ. എന്നിട്ട് ഇവിടുത്തെ നിന്റെ കമ്പനികളൊക്കെ നിനക്ക് നല്ല വിശ്വാസമുള്ളവരെ ഏൽപ്പിക്കേ. ഇതേപ്പറ്റി ക്രിസ്റ്റിയും ഇന്ദ്രനുമൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. അവർക്ക് തനിച്ചതുമായി മുൻപോട്ട് പോകാൻ കഴിയില്ലടാ. തൽക്കാലം ഇവിടെയുള്ളതെല്ലാം ആദ്യേ ഏൽപ്പിച്ചു. മോനൊക്കെ ആയിട്ട് ചിട്ടി കമ്പനിയിലേക്ക് നീയും വാ. നിങ്ങൾ രണ്ടുപേരും പിന്നെ എൻ്റെ ചങ്ങാതിമാരും. അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? ദേവച്ചനും പ്രായമായി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആദിമോൾ നോക്കട്ടെ. അവൾക്കൊരു സഹായിയായി ഞാനും നിൽക്കാം. അങ്ങനെ അവർ ഇരുവരും ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നഴ്സിൻ്റെ അടുത്തെത്തി. അവർ അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് അവർ തിരികെ അവിടെ എത്തിയപ്പോഴേക്കും കാണുന്നത് മിക്കുമോനോടൊപ്പം കളിക്കുന്ന ആദിയാണ്. അമ്മേ, അതുമ്മ ഒത്തിരി നല്ല കഥകളൊക്കെ പറഞ്ഞു തന്നല്ലോ. മിക്കു ജാൻസിക്ക് നേരെ കൊഞ്ചി. ജാൻസി വളരെ സ്നേഹത്തോടെ ആദി ഒന്ന് നോക്കി. മോളെ ആദി, ഇവൻ ബാംഗ്ലൂരിൽ പോകുമ്പോൾ മോളുടെ ശ്രദ്ധ എല്ലാത്തിലും വേണം. മനക്കയിലുള്ളവരുടെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ മോൾക്കിപ്പോൾ അറിയാലോ. സാധാരണ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴാണ് അവിടെ അവർ കുതന്ത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എല്ലാ തവണയും അവൻ വരുമ്പോഴേക്ക് എന്തെങ്കിലും പണി അവർ അവന് കൊടുക്കുമായിരുന്നു. ഇത്തവണയും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. ജാൻസി അവളെ ഓർമ്മിപ്പിച്ചു. അതൊന്നും ഓർത്ത് ചേച്ചി പേടിക്കണ്ട. എല്ലാത്തിനും ഒരു പരിഹാരം ഞാനുണ്ടാക്കും. എൻ്റെ കൂടെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് എന്നും ചേച്ചി ഉണ്ടായാൽ മാത്രം മതി. നിനക്ക് എങ്ങനെയാ മോളെ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത്? അതും ഞാൻ കാരണം ഒരുപാട് വേദനകൾ മോൾക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവർ ഏറെ വിഷമത്തോടെ അവളോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല ജാൻസി ചേച്ചി. സത്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും കാരണം ജാൻസി ചേച്ചി അല്ല. അത് ചേച്ചിക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പിന്നെ തെറ്റ് ചെയ്യാത്ത ചേച്ചിയെ പഴിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. എന്നാലും മോളെ, ഈ സമൂഹത്തിന് മുന്നിൽ ഞാൻ പിഴച്ചവളാണ്, പിഴച്ച് ജീവിക്കുന്നവളാണ്. അതുപോലെ എൻ്റെ കുഞ്ഞും. അതൊന്നും ചേച്ചിയുടെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ലല്ലോ. ചില പകൽമാന്യന്മാർ കാരണമല്ലേ അതിൽ നഷ്ടപ്പെട്ടത് എൻ്റെ ചേച്ചിയുടെ ജീവിതവും. എന്തായാലും നിങ്ങൾക്ക് നീതി കിട്ടണം. അതിന് ഏതറ്റം വരെ പോകാനും ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ. അതുപോലെ കാർത്തിയേട്ടനും. അങ്ങനെ അല്പനേരം കൂടെ അവർ അവിടെ ഇരുന്നതിന് ശേഷം അവർ പതിയെ അവിടെ നിന്നും ഇറങ്ങി. പോകുന്നതിന് മുൻപ് കുറച്ച് തുക അവർക്ക് കൊടുക്കുവാനും അവർ ഇരുവരും മറന്നിരുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലെത്തിയതും മായ ആദിയോടുള്ള ദേഷ്യം രഘുവിനോടും പിള്ളേരോടും തീർത്തു. അല്ല, ഈ അമ്മയ്ക്കെന്താ വട്ട് പിടിച്ചോ? അവരുടെ ചാട്ടം കണ്ടതും അശ്വതി ആരതിയോട് തിരക്കി. എൻ്റെ മോളെ, ഇത് വട്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നു അമ്മ പോയ വഴിക്ക് ആദ്യേച്ചിയെ കണ്ടെന്ന്. ചേച്ചിയുടെ ഇപ്പോഴത്തെ സന്തോഷകരമായ ജീവിതം കണ്ടിട്ടുള്ള കുശുമ്പും അസൂയമൊക്കെയാണ് അമ്മ ഇപ്പോൾ നമ്മളോട് പ്രകടിപ്പിക്കുന്നത്. അതിനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആ പഴയ പേടിത്തൊണ്ടിയായ ആദിചേച്ചി അല്ല, നല്ല ഉശിരുള്ള ഒരുത്തൻ്റെ ഭാര്യയാണ്. അശ്വതിയും അത് ഏറ്റുപിടിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ നിൻ്റെയൊക്കെ ആദിപുരാണം? അവളുടെ ഈ സന്തോഷവും സമാധാനവും ഒന്നും അധികനാൾ നീണ്ടുപോകില്ല. അല്ലെങ്കിൽ തന്നെ അവളെ പോലെയുള്ളൊരു കറമ്പിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ കാർത്തികേയന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകും. അല്ലാതെ ആ മാരണത്തെ ആരും തലയിൽ ചുമക്കില്ല. ഓ, അമ്മയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങളുടെ മുന്നിൽ അമ്മ ചേച്ചിയെ കുറ്റപ്പെടുന്നത് പോലെ ആ കാർത്തികേട്ടൻ്റെ മുൻപിലെങ്ങാനും പോയി ഇതുപോലെ അമ്മ പറഞ്ഞ പിന്നെ അമ്മയുടെ വായിൽ ഒറ്റ പല്ലുപോലും കാണില്ല. അതമ്മ ഓർക്കുന്നത് നന്നായിരിക്കും. ആരതി അവരെ കൊള്ളിച്ചു പറഞ്ഞതും അശ്വതി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുടർന്നു. അത് ആര്യേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. ആ ചേട്ടൻ അടിപിടി തുടങ്ങിയ ഏട്ടനെതിരെ നിൽക്കുന്നവൻ്റെ കാര്യം പോക്ക. അവരെ പിടിച്ചു മാറ്റാൻ ചെല്ലുന്നവർക്കും അതിൻ്റെ ഇരട്ടി കിട്ടും. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവർ അങ്ങനെ ഇരുന്നു. എന്നാലും എൻ്റെ രഘുവേട്ടാ,
അവരെന്തിനായിരിക്കും ആശുപത്രിയിൽ വന്നത്? അതുമാത്രം മനസ്സിലാകുന്നില്ലല്ലോ. അത് ചിലപ്പോ ചേച്ചി പ്രഗ്നൻ്റ് ആയിരിക്കും. ആരും എരികേറ്റാനായി പറഞ്ഞതും രഘു അതായിരിക്കുമോ എന്ന അർത്ഥത്തിൽ മായയെ നോക്കി. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം ഒന്നും ആയില്ലല്ലോ. രഘുവേട്ടാ, ഇതൊന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവളെപ്പോലൊരു കറമ്പിയെ ആരെങ്കിലും സ്നേഹിക്കുമോ? ഇനി ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞും കറുത്തിട്ടായിരിക്കും. അവർ സ്വയം സമാധാനിക്കാൻ എന്നതുപോലെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഇവരുടെ ടെൻഷനും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് ആരിക്കും അശ്വതിക്കും വന്നത് പുച്ഛമായിരുന്നു. ആദ്യം ഇവർ തന്നെയാണോ പ്രസവിച്ചത് എന്നുള്ള ചിന്ത അവരുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ മായ ഓരോന്നും പിറുപിറുക്കുകയായിരുന്നു.